RSS പ്രവർത്തകനെ തടവിൽ പീഡിപ്പിച്ച സംഭവത്തിൽ 45 RSSകാർക്കെതിരെ കേസെടുത്തു. RSS പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ CPIM ബന്ധം ആരോപിച്ചായിരുന്നു ഇവർ തടവിലാക്കി പീഡിപ്പിച്ചത്. RSS പ്രവർത്തകനായ വിഷ്ണുവിനെ തടങ്കലിൽ പാർപ്പിച്ച് മർദ്ദിക്കുകയും നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വാങ്ങുകയും ചെയ്ത സംഭവത്തിലാണ് 45 RSS പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തത്. RSS സഹപ്രാന്ത പ്രചാരക് സുദർശൻ, വിഭാഗ് പ്രചാരകൻ കിരൺ സൂര്യ, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C ബാബു അടക്കമുള്ള സംസ്ഥാന നേതാക്കൾക്കും പ്രവർത്തകരുടെയും പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്നതായി അസിസ്റ്റന്റ് കമ്മീഷണർമാരായ KE ബൈജു, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ CAമാരും SIമാരും ഉൾപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ധൻരാജ് വധക്കേസിൽ പ്രതിയായ പ്രചാരകനെ ആറ്റിങ്ങലിൽ നിന്നും പോലീസ് പിടിച്ചതിന് പിന്നിൽ വിഷ്ണുവാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഒന്നിലേറെ തവണ വിഷ്ണുവിനെ കൊലപ്പെടുത്താനും ശ്രമിച്ചു. RSSന്റെ കടക്കാവൂർ കാര്യവാഹായി പ്രവർത്തിക്കവെയാണ് വിഷ്ണുവിനെ RSS സംഘം തട്ടിക്കൊണ്ടുപോയത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെതിരെ ആത്മഹത്യാക്കുറിപ്പും എഴുതി വാങ്ങി. വിവരണാതീതമായ പീഡനമാണ് RSS കസ്റ്റഡിയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് നേരത്തെ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് 45ഓളം RSS പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.